ഇന്നിപ്പോൾ ഏകദേശം ഒരു 60 കുടുംബങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ ഇവിടെ വന്ന് BJP അംഗത്വം എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കുറേ പേര് എടുത്തതാണല്ലോ. പിന്നെ അത് കൂടാണ്ട് ഇനിയും കുറേ പേര് ചേരാനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലാവസ്ഥ കണ്ടില്ല, കാറ്റും മഴയും കാരണം കുറേ സ്ത്രീകൾക്ക് വരാൻ പറ്റിയില്ല, കുറേ പേര് വേറെ സ്ഥലങ്ങളിൽ ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്നിട്ടും ഈ കാറ്റും മഴേനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു 60ഓളം പേര് ഇന്ന് വന്ന് BJPയിൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നത് അവരെന്നെ നിങ്ങൾ തന്നെ BJP ആക്കി, കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ തന്നെ BJP ആക്കി. നാടിന് വേണ്ടിയുള്ള ആവശ്യം വന്നപ്പോൾ ഞാൻ നാട്ടുകാരുടെ കൂടെ നിന്ന് അത് അവർ കണ്ണീരിൽ ആരും എത്തി നോക്കാനില്ലാത്ത ടൈമിൽ BJP എന്നൊരു പ്രസ്ഥാനം ഇവിടെ വന്നത്. അതിലൂടെ ജനങ്ങളെല്ലാവരും ഞങ്ങൾ ഭൂരിഭാഗം പറഞ്ഞ് കടപ്പുറത്തുകാർ ഒന്നും നോക്കാണ്ട്, ജാതി മതങ്ങളൊന്നും നോക്കാണ്ട് ആ BJP എന്ന പ്രസ്ഥാനത്തിനോട് വരുന്ന് ചേർന്നു. നമസ്കാരം ചേട്ടാ, പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് ജാക്സൺ. ഓക്കെ ചേട്ടാ, ഇപ്പോൾ BJPയുടെ കൺവെൻഷൻ, ആദ്യത്തെ കൺവെൻഷൻ മുനമ്പത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുറേ നാളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നില്ല. അവസാനം ഈ BJP ആണ് ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വകുപ്പ് ഭേദഗതി ആക്ട് നിയമം പാസ്സാക്കുകയും ചെയ്ത് അതിലൂടെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും ഒരുവിധം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കുറച്ച് പേര് ഇവിടെ കേസ് കൊടുത്തക്കണതിൻ്റെ പേരിൽ ഉള്ളൊരു താമസമുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പഴയതുപോലെ ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഇനി ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ 4 മാസങ്ങൾ കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ വാർഡിൽ നിന്നിട്ട് ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി താമര വിരിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ നേരത്തെ തന്നെ അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കൺവെൻഷനിൽ പുതിയ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. എത്ര കുടുംബങ്ങളാണെന്ന് അംഗത്വം സ്വീകരിച്ചത്? ഇന്നിപ്പോൾ ഏകദേശം ഒരു 60 കുടുംബങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ ഇവിടെ വന്ന് BJP അംഗത്വം എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കുറേ പേര് എടുത്തതാണല്ലോ. പിന്നെ അത് കൂടാണ്ട് ഇനിയും കുറേ പേര് ചേരാനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലാവസ്ഥ കണ്ടില്ല, കാറ്റും മഴയും കാരണം കുറേ സ്ത്രീകൾക്ക് വരാൻ പറ്റിയില്ല, കുറേ പേര് വേറെ സ്ഥലങ്ങളിൽ ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്നിട്ടും ഈ കാറ്റും മഴേനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു 60ഓളം പേര് ഇന്ന് വന്ന് BJPയിൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ഭൂരിപക്ഷം ഇതിൽ ക്രൈസ്തവ കുടുംബങ്ങളാണല്ലോ. അപ്പോൾ ക്രൈസ്തവരിൽ ഒരു വലിയൊരു മാറ്റം മുൻപത്തുണ്ടായിട്ടുണ്ട്. ക്രൈസ്തവരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുക്കളും ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കളും ഉണ്ട്, ക്രൈസ്തവരും ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ സമരത്തിലേക്ക്. അപ്പോൾ ഭൂരിഭാഗം പേര് ക്രൈസ്തവർ തന്നെയാണ്. അപ്പോൾ ഈ ക്രൈസ്തവരെ ഇപ്പോൾ കുറേ നാളായിട്ട് ക്രൈസ്തവരെ സഹായിക്കുന്നത് ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ല, BJP മാത്രമാണെന്നുള്ള തിരിച്ചറിവ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഈ മലയോര പ്രശ്നങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ സഹായിക്കണ ആരാണ്? ഇവർ വന്ന് വെറുതെ പാഴ്വാക്ക് പറയണമല്ലാണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണ്ട, ഒരു സഹായം ചെയ്തു കൊടുക്കണില്ല. അപ്പോൾ ഭൂരിഭാഗം പേരും അതുകൊണ്ട് ക്രിസ്ത്യാനികളായാലും ശരി ഹിന്ദുക്കളായാലും ശരി ഈ BJPയിലോട്ട് തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുൻപത്ത് BJPയിൽ ചേർന്നിരിക്കുന്ന ആളുകളോട് ചെവിയിൽ നുള്ളിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെ പ്രതികരിക്കാൻ എന്താണെന്ന് തോന്നുന്നത്? അത് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള എന്തെങ്കിലും വെച്ച് അദ്ദേഹം പറഞ്ഞു പോയായിരിക്കുള്ളൂ. കാരണം പെട്ടെന്ന് കോൺഗ്രസ്സുകാരായിരുന്നു വെച്ചാൽ കുറേ പേര് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ പുള്ളിക്കാരന് അതൊരു വിഷമം തോന്നിയിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞായിരിക്കുള്ളൂ. അത് ഞങ്ങൾ ഒന്നും വലിയ കാര്യമൊക്കെയല്ല. കാരണം അതിനേലും വലിയ ആളുടെ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ കൂടിയേക്കണത്. അപ്പോൾ സതീശൻ ഇപ്പോൾ ഇവിടുമ്പോൾ ഇത്ര ഉള്ളു, ഞങ്ങൾ നിൽക്കണത് ഇത്രയും വലിയ ആളുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ വെറുതെ ഒരു ചെറിയ ഭീഷണിയായിട്ട് മാത്രം കാണുന്നു. അത്രേ ഉള്ളൂ, ഒരു കൊൽക്കൂല്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജോയി. ഓക്കെ, ചേട്ടനിപ്പോൾ CPMൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളല്ലേ? അതെ 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 അതെ, നല്ലൊരു പ്രവർത്തനമായിരുന്നു. എത്ര വർഷം? 36-40 വർഷത്തോളം ഞാൻ അതിൽ നല്ലൊരു അനുഭവിയായിരുന്നു. നല്ലൊരു പ്രവർത്തനം. BJPയുടെ ചുമതലയിലേക്ക് വന്നിരിക്കുന്നു, എന്താണ് ചുമതല? അത് നേരത്തെ പറഞ്ഞിരുന്നത് അവരെന്നെ നിങ്ങൾ തന്നെ BJP ആക്കി, കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ തന്നെ BJP ആക്കി. നാടിന് വേണ്ടിയുള്ള ആവശ്യം വന്നപ്പോൾ ഞാൻ നാട്ടുകാരുടെ കൂടെ നിന്ന് അത് അവർ കണ്ണീരിൽ ആരും എത്തി നോക്കാനില്ലാത്ത ടൈമിൽ BJP എന്നൊരു പ്രസ്ഥാനം ഇവിടെ വന്നത്. അതിലൂടെ ജനങ്ങളെല്ലാവരും ഞങ്ങൾ ഭൂരിഭാഗം പറഞ്ഞ് കടപ്പുറത്തുകാർ ഒന്നും നോക്കാണ്ട്, ജാതി മതങ്ങളൊന്നും നോക്കാണ്ട് ആ BJP എന്ന പ്രസ്ഥാനത്തിനോട് വരുന്ന് ചേർന്നു. അന്നൊരു ആദ്യം എന്താണ് ചുമതല? എന്താണ്? എനിക്കിപ്പോൾ ഇവിടെ മണ്ഡലം സെക്രട്ടറിയാണ് ഇവിടുത്തെ. നിങ്ങളൊരു പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നാണ്? ഇപ്പോൾ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഇനി BJPയിൽ ഉപയോഗിക്കാനാണോ ഉദ്ദേശം? തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം. അവർ ഒരുപാട് നമ്മളിൽ ഒരുപാട് കാഴ്ചപ്പാട് അവരിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കണം.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു അഭിമാനത്തിൻ്റെ വിഷയമാണിത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനങ്ങൾ നടത്തിയത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു അഭിമാനത്തിൻ്റെ വിഷയമാണ് ഈ വാർഡ് ഞങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളത്. അതിനുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നൊരു 56-60 പേരോളം ഇന്ന് BJPയിലേക്ക് അംഗത്വം എടുത്തിട്ടുണ്ട്. ഇനിയും എത്താൻ പറ്റാണ്ട് 100 ചില പേരുടെ ലിസ്റ്റ് ഇപ്പോഴും കിടക്കണം. അവരിപ്പോഴും വന്നിട്ടില്ല കാലാവസ്ഥ ഇതായതിൻ്റെ പേരിൽ. അന്ന് തന്നെ 56 ഫസ്റ്റിൽ തന്നെ 56 പേരോളം ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ടെന്ന് വെച്ചാൽ ഈ വാർഡ് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ വിഷയമാണിത്. ഈ വാർഡ് ഞങ്ങൾ എടുക്കുന്നു വെച്ചാൽ ഞങ്ങളുടെ അവരുണ്ടായിരുന്നുള്ളൂ. BJP എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ പേരിൽ ആ തിന്ന ചോറിന് നന്ദി ഞങ്ങൾ കാണിക്കണ്ടേ. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകർക്കെതിരെ ഫ്ലക്സ് വെക്കുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ജനങ്ങൾ ഏത് രീതിയിലാണ് കണ്ടത്? അത് ഞങ്ങൾ ഒന്നിനും പ്രതികരിക്കേണ്ട. സതീശനോടായാലും ശരി, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഇപ്പോൾ ഈ നമ്മുടെ LDFനോടായാലും ഞങ്ങൾ ഒന്നും പ്രദർശിക്കാനില്ല. ഞങ്ങളുടെ ഈ സമരം അത് എന്തുകൊണ്ട് ആ കേന്ദ്ര ബില്ല് വന്നിട്ട് ആ നിയമം വന്നതിന് ശേഷം അതിനെതിരെ കേസ് കൊടുക്കാൻ പല പാർട്ടികളുണ്ടായി. ലീഗ് ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ എല്ലാവരും അതിനെതിരെ കേസ് കൊടുത്തു. അതിൻ്റെ ചട്ടങ്ങൾ ശരിയായി വരട്ടെ. അത് ഞങ്ങൾക്ക് ധൈര്യം ഇപ്പോഴും നല്ല ധൈര്യമാണ്. അത് ഞങ്ങൾ പൂർണ്ണതയിൽ എത്തിയിടണമെന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ആ ബില്ലിൽ നിന്ന് വന്നില്ലെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ നിലപാടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കടപ്പുറത്തിൻ്റെ ഈ മലമ്പം കടപ്പുറത്തിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ടാണ്. പക്ഷേ സത്യം ജയിക്കണ ഒരു ദിവസം ഉണ്ടാവും. എന്തെല്ലാം ഊടായ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ആരെല്ലാം കളിച്ചിട്ടുണ്ടെങ്കിലും സത്യം ജയിക്കണ ഒരു ദിവസം വരും. നല്ലൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. അത് ആ സത്യത്തിൻ്റെ ഇതിൽ നിൽക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുനമ്പം ജനതയ്ക്കുള്ളൊരു നന്ദി സൂചകമായിട്ട് മാത്രമാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. പിന്നെ തീർച്ചയായും ഇന്ന് നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഭാവി എന്തായിരുന്നേ? നരേന്ദ്രമോദി അല്ല ഇന്ന് ഇന്ത്യയിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ NDA സർക്കാരല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഭാവി എന്തായി തീർന്നേ? അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. ഈ നിലവിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ രീതിയിൽ മുനമ്പത്തെ ഈ ഒരു പഞ്ചായത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ് നടത്തുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ആദ്യമായിട്ട് BJP ഇങ്ങനെ ഒരു പള്ളിപ്പുറം പഞ്ചായത്തിൽ മുനമ്പത്ത് BJPക്ക് ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി വരാൻ പോകുന്ന വാർഡ് കൂടിയാണ് ചേട്ടൻ്റെ. അപ്പോൾ ഇവിടെ BJP സ്വാഭാവികമായിട്ടൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല? തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായിട്ടും ശക്തമായിട്ട് നല്ലൊരു ശക്തമായിട്ടുള്ള പാർട്ടിനെ ഞങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരുപാട് വേണ്ടത് കുത്തിത്തിരിപ്പുകളുണ്ടാവും. അതെങ്ങനെ മത്സരിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് അതിന് ഞങ്ങളുടെ നടപടിയായിട്ടാണ് ഇന്നത്തെ കൺവെൻഷൻ ഇവിടെ തുടങ്ങിയത്. അത് ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഈ ജനങ്ങളിൽ ഞങ്ങൾ അല്പേരിക്കൽ അവരും കൂടി പങ്കെടുത്തുണ്ട്. ഈ ജനത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണിത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നുവെച്ചാൽ ഞങ്ങൾ ജയിക്കണം, ഞങ്ങൾ കൊടുത്ത വാക്ക്. ഇവിടെ ഞങ്ങൾ ഈ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളിവിടെ ഒന്നുമില്ലാണ്ടായിത്തീരും. അതുകൊണ്ട് ഞങ്ങൾ ഈ സീറ്റ് പിടിച്ചിരിക്കുന്ന വെച്ചാൽ ഉറപ്പാണത്. അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു സംഭവമായിരിക്കും അത്. ഇപ്പോൾ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിലേക്ക് CPMും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ഞങ്ങൾ മനസ്സിലാക്കിയെന്ന പോലെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെയാണോ അവരുടെ കൂടെയാണോ? അത് ഞങ്ങളുടെ കൂടെ തന്നെ. ഞങ്ങളുടെ കൂടെ എന്ന് വെച്ചാൽ ഞങ്ങളാണ് ജനം. ഞങ്ങൾ ആ ജനത്തിനായി എന്തെല്ലാം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അവരാകത്തിയാന്നും അവർ പല പരിപാടിയിലും നേരിട്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ വന്ന് അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഇതുണ്ടെങ്കിലും അവർ വാക്കാലും അവർ മനസ്സുകൊണ്ടും അത് ഇതിൻ്റെ ഒപ്പമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതെന്തെല്ലാം ഇവിടെ അവർ രണ്ടും ഒന്നിച്ചെന്ന് മത്സരിച്ചോട്ടെ. അത് മത്സരിച്ചോട്ടെ. അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി വന്നാലും നേരിടും, ശക്തമായിട്ട് നേരിടും. അന്നാലും ജയിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ലതുണ്ട്. ഇപ്പോൾ BJPയെ പറ്റിയിട്ട് കൊടുത്ത് ജനങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ, ഈ പാർട്ടി എന്താണെന്നുള്ള ധാരണ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഹിന്ദു വർഗീയ പാർട്ടി എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണല്ലോ LDFൻ്റെ UDFൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള മാറ്റം ആ BJPനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അതിൽ BJPനെ പറ്റിയുള്ള കാഴ്ചപ്പാട് പണ്ട് തുടങ്ങി നമുക്ക് ഉണ്ടായിരുന്നു. ജനങ്ങളിൽ ഉണ്ടായിരുന്നു വെച്ചാൽ അവർ വർഗീയ പാർട്ടിയാണ്, അതാണ് ഇതാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ കൺവെൻഷൻ BJP എന്താണ്, BJP വളർന്നു വന്നത് എന്താണ്, എങ്ങനെയാണ് അവരാ സാഹിബ് ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നതും ഇന്നും മനസ്സിലാക്കി കൊടുത്ത് ഏറെക്കുറെ ജനങ്ങൾക്ക് ഏകദേശം ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു BJP എന്താണെന്നതിനെ പറ്റി മനസ്സിലാക്കി കൊടുത്ത് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ ഇവരുണ്ടായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്.